വെൽക്കം ടു ഡ്രാമ വേൾഡ്. അപ്പോൾ വീഡിയോയിലായിട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ജെ ആണെങ്കിൽ ആരിസ് കീഫറിനെ കുറിച്ച് പറഞ്ഞതെല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അവനൊരു പ്ലേ ബോയ് ആണോ, എന്നോട് കാണിക്കുന്നതെല്ലാം ശരിക്കും അവന് സ്നേഹം ഉള്ളിൽ തോന്നിയിട്ടാണോ കാണിക്കുന്നത്, അതോ ആരിസ് പറഞ്ഞതുപോലെ വെറുതെ ആണോ? അവൾ പറയാണ് ചിലപ്പം അവൻ എല്ലാവരുടെ അടുത്ത് ആത്മാർത്ഥമായിട്ട് സ്നേഹം കാണിച്ചപ്പോൾ പറഞ്ഞതായിരിക്കാം, ഇപ്പം ആ സ്നേഹം എൻ്റെ അടുത്ത് കാണിക്കുന്നത് കൊണ്ട് പറഞ്ഞതായിരിക്കാം എന്നൊക്കെ അവളിങ്ങനെ മനസ്സിലിങ്ങനെ ഇട്ട് ചിന്തിച്ചിട്ട് പറഞ്ഞ് മെസ്സേജ് അയക്കുകയാണ് ആരിസ് നമ്മുടെ കാര്യമൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ മെസ്സേജ് കണ്ട ഉടനെ തന്നെ കീഫർ ചേച്ചേനെ വിളിക്കുകയാണ്. ജെ ഫോൺ എടുത്ത ഉടനെ തന്നെ കീഫർ ചോദിക്കുകയാണ്, എന്ത് പറ്റി നിനക്ക്? ആരിസ് നിന്നെ വല്ലതും പറഞ്ഞ് വിഷമിപ്പിച്ചോ? എന്തുണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറ, ഞാൻ നിനക്ക് വേണ്ടി അവൻ്റെ അടുത്ത് വന്ന് ഫൈറ്റ് ചെയ്യാം, അവനോട് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം, നീ സന്തോഷമായിട്ടിരുന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ജെ പറയുകയാണ് താങ്ക്സ് എന്ന്. അപ്പോൾ കീഫർ ഉടനെ പറയുകയാണ്, ഞാനിങ്ങനെ പറഞ്ഞതിന് നീ താങ്ക്സ് അല്ല പറയാനുള്ളത്, ഐ ലവ് യു എന്നാണ് പറയാനുള്ളതെന്ന്. അപ്പോൾ അവളും തിരിച്ച് ഐ ലവ് യു എന്നിങ്ങനെ പറയുവാണ്. ഇവളിവിടെ ഇങ്ങനെ ഐ ലവ് യു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ സിയാന എഴുന്നേക്കുവാണ്. സിയാന എഴുന്നേറ്റ ഉടനെ അവള് ഫോൺ അങ്ങ് കട്ട് ചെയ്യുവാണ്. ഇങ്ങനെ എഴുന്നേറ്റിട്ട് അവളെ കളിയാക്കുമ്പോഴത്തേക്കിനും അവൾ അവനൊരു അടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അവൻ പറയുകയാണ്, എന്നെ ഇങ്ങനെ അടിക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യല്ലേ, ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാ, അമ്മ ഇപ്പോൾ വിളിച്ചായിരുന്നു, നോക്കിയിരുന്ന ഫ്ലാറ്റൊക്കെ റെഡിയായെന്ന് അവനിങ്ങനെ പറയുകയാണ്. എന്നിട്ട് അവൻ ജെയുടെ അടുത്ത് നീ എൻ്റെ ഫ്ലാറ്റിലോട്ട് വരുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ജെ പറയുകയാണ്, ഞാനൊന്നും ഇല്ല, നിനക്ക് അവിടെ ചെന്നിട്ട് പുതിയ ഫ്ലാറ്റ് എടുത്തത് കൊണ്ട് എന്നെ അവിടെ ഇട്ട് ജോലി ചെയ്യിപ്പിക്കാനല്ലേന്ന്. എന്നിട്ട് ഇവനിങ്ങനെ ഓരോന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും ജെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുവാണ്, യൂറിൻ്റെയും കീഫറിൻ്റെ ഇടയിൽ കിടന്നിട്ട് എനിക്കുണ്ടാകുന്ന ആ ഒരു ദേഷ്യമെല്ലാം ഞാൻ വന്ന് ഇവൻ്റെ പുറത്തായിരിക്കും തീർക്കുന്നത്, അതിൽ നല്ലത് ഇവൻ ഇവിടെ നിന്ന് പോകുന്നത് തന്നെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ വിഷമിച്ചിങ്ങനെ നോക്കിയിരിക്കുവാണ്. അപ്പോൾ സിയാൻ ഇങ്ങനെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ കിടക്കാൻ പറയുവാണ്. അങ്ങനെ സിയാൻ ഉറങ്ങാൻ പോകുമ്പോഴത്തേക്കിനും നമ്മുടെ ജെയ്ക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. അവളുടെയും കീഫറിൻ്റെയും കാര്യം ഉടനെ തന്നെ യൂറിനെ അറിയിക്കണമെന്ന് അവളിങ്ങനെ ചിന്തിക്കുവാണ്. അവൻ്റെ ഫീലിങ്സ് വെച്ചിട്ടും ഞാൻ കളിക്കാൻ പാടില്ല എന്നൊക്കെ അവളിങ്ങനെ ചിന്തിക്കുവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സ്കൂളിലോട്ട് പോകാനായിട്ട് അവൾ സിയാൻ ഇറങ്ങാൻ നേരത്ത് അവളുടെ ID കാർഡ് എടുക്കാൻ മറന്നു. അങ്ങനെ സിയാൻ്റെ അടുത്ത് അവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ പോകാൻ നേരത്ത് അങ്ങോട്ടേക്ക് ആരിസ് വന്നിട്ട് അവളുടെ അടുത്ത് യൂറിൻ്റെയും കീഫറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവളെ ഒന്ന് ദേഷ്യപ്പെടുത്തുവാണ്. എന്നിട്ട് അവൻ പോകാൻ നേരത്ത് ജെ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്, ആരിസ് പറയുന്നതിലും കുറച്ച് ശരിയൊക്കെ ഉണ്ട്, അവൻ്റെ ഫീലിങ്സ് വെച്ച് ഒന്നും കളിച്ചുകൂടാ, ഇന്ന് തന്നെ അവൻ്റെ അടുത്ത് എല്ലാ കാര്യവും പറയണം. അങ്ങനെ അവൾ സ്കൂളിലേക്ക് അവൻ്റെ അടുത്ത് എങ്ങനെ പറയണമെന്നൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ആയിട്ട് ഇങ്ങനെ വരുവാണ്. അവളിങ്ങനെ ആലോചിക്കുകയാണ്, മെസ്സേജ് അയച്ച് പറയണോ അതോ നേരിട്ട് പോയി പറയണോ എന്ന് അങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ നേരത്ത് അതേസമയം തന്നെ യൂറിയുടെ മെസ്സേജ് വരുവാണ്. അവ അയച്ചേക്കുന്നത് അവന് പനിയാണ്, അതുകൊണ്ട് ഞാനിന്ന് വരുത്തില്ല എന്നാണ്. അങ്ങനെ അത് കണ്ടിട്ട് അവളിങ്ങനെ തലയ്ക്ക് കഴിച്ചാൽ ഞാൻ ഇന്നെല്ലാം പറയണമെന്ന് പറഞ്ഞ് വന്ന് കറക്റ്റ് സമയത്ത് ഞാനെല്ലാം പാളിപ്പോയല്ലോ എന്ന് പറഞ്ഞ് നിൽക്കാൻ നേരത്ത് അങ്ങോട്ടേക്ക് കീഫർ വരുവാണ്. അങ്ങനെ കീഫർ വന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ജെ പറയുകയാണ്, ഞാൻ യൂറിൻ്റെ അടുത്ത് എല്ലാ കാര്യവും പറയണമെന്നും പറഞ്ഞിങ്ങനെ വരുമായിരുന്നു. അപ്പോൾ കീഫർ പറയണം, അവൻ്റെ അടുത്ത് എല്ലാ കാര്യവും പറയണം, വീണ്ടും പഴയതുപോലെ തന്നെ ഞാനും യൂറിയും ഒരേ പെണ്ണിൻ്റെ പുറകെയാണല്ലോ, മുമ്പ് എല്ലയുടെ പുറകെ നടന്നതിനെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ജെ പറയുകയാണ്, യൂറിക്ക് പനിയാണ്, അവൻ ഇന്ന് വരത്തില്ല, ഞാൻ അവനെ പോയി ഇന്ന് കണ്ട് നേരിട്ട് ഈ കാര്യം സംസാരിക്കാമെന്ന് വിചാരിക്കുവാണ്. അപ്പോൾ കീഫർ ഞാനും വരാമെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ജെ പറയുകയാണ്, അത് വേണ്ട, അത് പ്രശ്നമാണ്. അപ്പോൾ കീഫർ പറയുകയാണ്, ഞാൻ മുകളിലോട്ടൊന്നും വരുന്നില്ല, നിന്നെ ഞാൻ അവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യാം, എന്നിട്ട് ഞാൻ താഴെ തന്നെ നിന്നോളാം, എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതിയെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് ജെ ഒറ്റയ്ക്കാണ് യൂറിനെ കാണാനായിട്ട് അവൻ്റെ ഫ്ലാറ്റിലോട്ട് പോകുന്നത്. എന്നിട്ട് അവൾ ഐ ആം സോറി യൂറി, എനിക്ക് പറ്റുന്നില്ല ഇങ്ങനെ പറയുവാണ്. അപ്പോൾ യൂറിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അവളിങ്ങനെ കീഫർ എന്ന് പറയുമ്പോഴത്തേക്കിനും യൂറിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. യൂറി ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ ജെയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അപ്പോൾ യൂറി പറയുവാണ്, എനിക്കെല്ലാം അറിയാം, നിനക്ക് കീഫറിനെ ആണല്ലേ ഇഷ്ടം, ന്യൂ ഇയറിൻ്റെ അന്ന് നടന്നത് എനിക്കറിയാം. എന്നിട്ട് യൂറി പറയുവാണ്, നീ പൊക്കോ, കീഫറിൻ്റെ കൂടെ തന്നെ ഇരുന്നു, എന്നിട്ട് കല്യാണ ദിവസം നീ പറയണം നിനക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ല എന്ന്. എന്നിട്ട് യൂറി പറയുവാണ്, ഈ കല്യാണം തന്നെ തീരുമാനിച്ചത് ഏഞ്ചലോടെ കമ്പനിക്ക് വേണ്ടിയാണ്, നീ നോ പറയുമ്പോൾ ആ കമ്പനിയും കൂടാണ് തകർന്നു പോകുന്നത്, എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുതെന്ന് ജെ പറയുമ്പോൾ യൂറി പറയുകയാണ്, നീയാണ് എന്നെ ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നത്, എന്തൊക്കെ സംഭവിച്ചാലും നീ എൻ്റെയാണ് എന്ന് പറയുകയാണ്. അപ്പം ജെ പറയുകയാണ്, നീ ഇങ്ങനെ പറയാൻ പാടില്ല എന്ന്. അപ്പോൾ യൂറി പറയുകയാണ്, നീയും എല്ലയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ നിന്ന് പറഞ്ഞേക്കുവാണ്. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഭയങ്കര വിഷമത്തിലാണ് ജെ കാറിൽ വന്നിരിക്കുന്നത്. അപ്പം കീഫർ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും യൂറി
എനിക്ക് ഇതിൽ നിന്നൊരു മാറ്റവും ഇല്ലെന്ന് പറയുകയാണ് ജെ ജെ. അപ്പോൾ കീഫർ പറയുകയാണ് നീ ഒരു വാക്ക് പറ, ഞാൻ മേളിൽ പോയി അവനെ കൈകാര്യം ചെയ്യാമെന്ന്. അപ്പോൾ ജെ ജെ പറയുകയാണ് വേണ്ട, പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന്. എന്നിട്ട് കീഫർ അവളെ സമാധാനിപ്പിച്ചിട്ട് അവളെ കിസ് ചെയ്യാണ്. എന്നിട്ട് കീഫർ പറയുകയാണ് ജെ ജെയുടെ അച്ഛൻ്റെ PAയുടെ നമ്പർ എനിക്ക് കിട്ടി, ഞാൻ അയാളെ കോൺടാക്ട് ചെയ്തിരുന്നു, അതിൻ്റെ കോൾ റെക്കോർഡിംഗ് ഉണ്ട്, ഞാൻ നിന്നെ കേൾപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അവളെ കേൾപ്പിച്ച് കൊടുക്കുകയാണ്. ആ കോളിനകത്ത് കീഫർ മിസ്റ്റർ മരിയാനോടുത്ത് എനിക്ക് സംസാരിക്കണമെന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റുള്ള ആൾ നിങ്ങൾ ആരാന്ന് ചോദിക്കുവാണ്. അപ്പോൾ കീഫർ പറയുകയാണ് ഞാൻ കീഫർ വാറ്റ്സൺ ആണെന്ന്. അപ്പോൾ ഓപ്പോസിറ്റുള്ള ആൾ ഭയങ്കര ഒരുമാതിരി ഇങ്ങനെ സംസാരിക്കുവാണ് കീഫറിൻ്റെ അടുത്ത്. അപ്പോൾ കീഫറിന് മനസ്സിലാവുകയാണ് ഇത് പേഴ്സി ആണെന്ന്. അപ്പോൾ കീഫർ ചോദിക്കുക പേഴ്സി ഇത് നീ അല്ലേ എന്ന്. എന്നിട്ട് മിസ്റ്റർ മരിയാനടുത്ത് എനിക്ക് സംസാരിക്കണം, നീ ഫോൺ കൊടുക്കാൻ പറയുകയാണ്. അപ്പോൾ പേഴ്സി പറയുകയാണ് നിൻ്റെ ആറ്റിറ്റ്യൂഡിന് ഒരു മാറ്റവും വന്നിട്ടില്ല, എപ്പോഴും നിനക്ക് ഓർഡർ ചെയ്താണ് ശീലം, ആ ഒരു ശീലത്തിൽ നിന്ന് നീ ഇതുവരെയായിട്ട് മാറിയിട്ടില്ല. നിന്നോട് സംസാരിക്കാൻ ഇപ്പോൾ മരിയാനയ്ക്ക് സമയവും ഇല്ല താല്പര്യവും ഇല്ല, എന്തായാലും നീ ഫോൺ വെക്ക്, തിരിച്ച് വരുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും നിൻ്റെ അടുത്ത് നിന്ന് തിരിച്ചെടുത്തിരിക്കുമെന്ന് പറഞ്ഞിട്ട് ആ കോൾ കട്ട് ചെയ്യുകയാണ്. എന്ത് തിരിച്ചെടുക്കുമെന്നാണ് പേഴ്സി പറഞ്ഞതെന്ന് ജെ ജെക്ക് മനസ്സിലായില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കും കീഫറിനൊന്നും അറിയില്ല എന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ കീഫറിൻ്റെ അടുത്ത് നിന്ന് ജെ ജെനെ തിരിച്ചെടുക്കുമെന്നാണ് പേഴ്സി ഉദ്ദേശിച്ചത്. അങ്ങനെ ജെ ജെനെ തിരിച്ച് ഡ്രോപ്പ് ചെയ്യാനായിട്ട് അവർ ജെ ജെയുടെ വീട്ടിൻ്റെ അടുത്തോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും അവിടുന്ന് ഏഞ്ചലോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങുവാണ്. ഇത് കണ്ട ഉടനെ അവർ പെട്ടെന്ന് ഇങ്ങനെ വിളിക്കുവാണ്. അപ്പോൾ ജെ ജെ കീഫറിൻ്റെ അടുത്ത് ചോദിക്കുവാണ് നീയല്ലേ അന്ന് രാവിലെ പറഞ്ഞത് എന്നെ നേടാനായിട്ട് നീ ആരുടെ കൂടെ ഫൈറ്റ് ചെയ്യുമെന്ന്. അപ്പോൾ കീഫർ പറയുകയാണ് അതിനെനിക്ക് കുറച്ച് പ്രിപ്പറേഷനൊക്കെ എടുക്കണ്ടേ, ഏഞ്ചലോ നല്ല സ്ട്രോങ് ആണ്, അതുകൊണ്ട് എനിക്ക് നിറയെ പ്രിപ്പയർ ചെയ്യാനൊക്കെ ഉണ്ടെന്ന്. ഭാഗ്യത്തിന് എന്തായാലും ഏഞ്ചലോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിന്നതുകൊണ്ട് തന്നെ ആ കാറിൻ്റെ അടുത്തോട്ട് വലിയ ശ്രദ്ധയൊന്നും കൊടുത്തില്ല. അതിനുശേഷം ഏഞ്ചലോ തിരിച്ച് വീട്ടിലോട്ട് കയറി പോവുകയാണ്. അങ്ങനെ അവർ വെളിയിലോട്ട് ഇങ്ങനെ ഇറങ്ങി വരാൻ നേരത്ത് അവിടേക്ക് ആരിസ് വരുവാണ്. ആരിസ് വന്നിട്ട് ജേജനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുമ്പോഴത്തേക്കിനും അവളെ കിസ് ചെയ്യുവാണ്. അപ്പോൾ ആരിസ് അവിടെ നിന്ന് അകത്തേക്ക് പോവുകയാണ്. പിന്നെ അടുത്ത ദിവസം കാണിക്കുന്നത് നമ്മുടെ സിയാനാണെങ്കിൽ അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാനായിട്ട് അങ്ങനെ അവൻ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് ഇരിക്കുവാണ്. അപ്പം ജെ ജെ ആണെങ്കിൽ ആ സാധനങ്ങളെല്ലാം താഴേക്ക് കൊണ്ടുവരാൻ അവനെ സഹായിക്കുവാണ്. ആ ടൈം ആ പെട്ടിക്കെല്ലാം നല്ല ഭാരമുണ്ട്. അപ്പം ജെ ജെയുടെ കയ്യിൽ നിന്നൊരു പെട്ടി സ്ലിപ്പായിട്ട് അത് നേരെ ഉരുണ്ട് നമ്മുടെ ആരിസിൻ്റെ പുറത്തേക്ക് വന്ന് വീഴുവാണ്. അങ്ങനെ ജെ ജെയും സിയാനും കൂടെ പോയി അവനെ എഴുന്നേൽപ്പിക്കുവാണ്. അങ്ങനെ ഇത് ആരുടെ പെട്ടിയാണെന്ന് ചോദിക്കാൻ നേരത്ത് ജെ ജെ സിയാൻ്റെ ആണെന്ന് പറയുമ്പോഴത്തേക്കിനും സിയാന നല്ല വഴക്ക് പറഞ്ഞിട്ട് ആരിസ് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ അവിടേക്ക് ഏഞ്ചലോ വരുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സിയാനെ അവിടേക്ക് അവൻ്റെ പുതിയ അപ്പാർട്ട്മെൻറ്റിലോട്ട് ആക്കിയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഏഞ്ചലോ ജെ ജെക്ക് കഴിക്കാനായിട്ട് പിസ്സയൊക്കെ വാങ്ങി കൊടുക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ നടന്നു വരാൻ നേരത്താണ് ടൈഗറിനെ കാണുന്നത്. ടൈഗറിനെ മനസ്സിലായോ, സീസൺ 1 സമയത്ത് അവരൊരു ബോക്സിങ്ങിൻ്റെ സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ വെച്ച് അവൾ പരിചയപ്പെട്ടതാണ്. അങ്ങനെ ഏഞ്ചലോടെ മുന്നിൽ വെച്ചായതുകൊണ്ട് ടൈഗറിന് വലിയ മൈൻഡൊന്നും കൊടുക്കാതെ അവൾ നിൽക്കുവാണ്. അപ്പോൾ ടൈഗറിനാണെങ്കിൽ ഏഞ്ചലോനെ പരിചയമുള്ളത് കൊണ്ട് തന്നെ അവനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ നേരത്തിൽ ജേജനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഏഞ്ചലോ ചോദിക്കുകയാണ് നിനക്ക് ഇവളെ നേരത്തെ പരിചയമുണ്ടോയെന്ന്. അപ്പം ടൈഗർ പറയുകയാണ് അന്ന് ബോക്സിങ്ങിൻ്റെ സ്ഥലത്ത് വെച്ചൊക്കെ പരിചയപ്പെട്ട കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയാൻ നേരത്ത് അവളിങ്ങനെ പേടിച്ച് നിൽക്കുവാണ്. ഞാനവിടെ പോയ കാര്യം ഏഞ്ചലോ അറിഞ്ഞ് എന്താവും എന്നൊക്കെ ആലോചിച്ച്. അപ്പോൾ അവിടേക്ക് ഏഞ്ചലോനെയും ടൈഗറിനെയും പരിചയമുള്ള ഒരാൾ വരുവാണ്. അയാളുടെ പേര് ആൽബിൻ എന്നാണ്. അപ്പോൾ അയാൾ വന്നിട്ട് ടൈഗറിൻ്റെ അടുത്ത് ചോദിക്കുവാണ് നിൻ്റെ കോല ഇതെന്താണ്, ഒരുമാതിരി വയസ്സായ ആൾക്കാരെ പോലെയൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും ടൈഗർ ഏഞ്ചലോൻ്റെ അടുത്ത് ചോദിക്കുവാണ് എന്നെ കണ്ട വയസ്സായ ആൾക്കാരെ പോലെയൊക്കെ തോന്നുമെന്ന്. അപ്പോൾ ഏഞ്ചലോ പറയാണ് വയസ്സായ ആളെ പോലെയൊന്നും തോന്നിക്കത്തില്ല, പക്ഷേ എന്തോ ഒരുമാതിരി ഉണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും അവൻ അവിടെ നിന്ന് ഇങ്ങനെ പിണങ്ങി പോവാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ ജേജനാണെങ്കിൽ ചിരിച്ചിട്ട് അവിടെ നിൽക്കാൻ നേരത്ത് ഏഞ്ചലോ അവളോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ പെർമിഷൻ ഇല്ലാതെ നീ അവിടെയൊക്കെ പോയോന്ന്. അപ്പോൾ ജേജ പറയുകയാണ് അത് കുറേ നാൾ മുമ്പാണ് എന്നൊക്കെ. അപ്പോഴത്തേക്കിനും ഏഞ്ചലോക്ക് ഒരു കോൾ വരുവാണ്. ഏഞ്ചലോൻ്റെ അമ്മയാണ് വിളിച്ചത്. കോൾ എടുത്തിട്ട് ഏഞ്ചലോ ഞാൻ വരാമെന്ന് പറയുവാണ്. അപ്പം ജേജ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആരിസിനൊട്ടും വയ്യ, അവൻ്റെ ലെൻസിൽ എന്തോ പ്രോബ്ലം, ഹോസ്പിറ്റലിലാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പോവാണ്. അങ്ങനെ പിറ്റേ ദിവസമാണെങ്കിൽ ആരിസിൻ്റെ കാര്യമൊക്കെ ആലോചിച്ചിട്ട് ജെ ജെ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് കീഫർ എന്ത് പറ്റി, നമ്മുടെ കാര്യം വല്ലതും വീട്ടിലറിഞ്ഞ് ആരിസ് വല്ല പ്രശ്നം ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും ജെ ജെ പറയുകയാണ് അതൊന്നും അല്ല, ആരിസിന് വയ്യ, അവൻ്റെ ലെൻസിൽ എന്തോ പ്രോബ്ലം, ഹോസ്പിറ്റലിലാണ്. അപ്പോൾ കീഫർ അവളെ സമാധാനിപ്പിക്കുകയാണ് അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവൾക്ക് നല്ല വിഷമമുണ്ട് ആരിസിൻ്റെ കാര്യം ഓർത്തിട്ടും പിന്നെ യൂറി വരാത്തതും. യൂറി മുമ്പ് എല്ലയുടെ കാര്യമൊക്കെ ഇങ്ങനെ അറിഞ്ഞിട്ട് മുമ്പ് ബോക്സിങ്ങിനൊക്കെ പോയിട്ട് നടന്നില്ല, അതേപോലെ ഇനിയും ഉണ്ടാവുമെന്നൊക്കെ അവളിങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവിടെ ഇരിക്കുവാണ്. അപ്പോഴത്തേക്കിനും പഠിപ്പിക്കാനായിട്ട് ടീച്ചർ ക്ലാസ്സിലോട്ട് വരുവാണ്.
അങ്ങനെ പിന്നെ ക്ലാസ് തുടങ്ങിയതിന് ശേഷവും കീഫറാണെങ്കിൽ ജെജേനെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്ലാസ്സിൻ്റെ ഇടയിൽ അവളെ പിടിച്ചവൻ അവൻ്റെ സീറ്റിൽ മടിയിലൊക്കെ ഇരുത്തുന്നുണ്ട്. അങ്ങനെ ഇത് കണ്ട് കുട്ടികളൊക്കെ ബഹളം ഉണ്ടാക്കുമ്പോഴത്തേക്കിന് ടീച്ചർ നോക്കാതെ എടുത്തിട്ട് അവൾ അവൻ്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് അവളോട് സീറ്റിലിരിക്കാനൊക്കെ ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ കീഫറിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ടീച്ചർ. അപ്പോൾ കീഫർ അതിനെല്ലാം നല്ല മണിയായിട്ട് തന്നെ ഉത്തരം പറയുകയാണ്. അപ്പോൾ ജെജെക്ക് ഇതൊക്കെ മനസ്സിലായോ എന്ന് ചോദിച്ച് കീഫർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്കിന് ജെജെ തിരിച്ച് അതിന് മറുപടിയായിട്ട് ഐ ലവ് യു എന്ന് പറയുകയാണ്. തിരിച്ച് കീഫറും ഐ ലവ് യു എന്ന് പറയുന്നു. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം കീഫർ ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ വലിയ ഉച്ചത്തിൽ ഇങ്ങനെ അവൾ എനിക്കിഷ്ടമാണ് എന്നിങ്ങനെയൊക്കെ പറയുവാണ്. അപ്പോൾ ജെജെക്ക് ഇതൊന്നും ഒട്ടും ഇഷ്ടമാവുന്നില്ല. അങ്ങനെ അവൾ റൂഫ് ടോപ്പിലോട്ട് പോവാണ്. അവിടെയാണെങ്കിൽ ആൻഡ്രോയും ഡെൻസിലും മയോയും ഉണ്ടായിരുന്നു. അവളുടെ കയ്യിൽ ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ ഫുഡ് വേണമെന്ന് ഇങ്ങനെ ചോദിക്കാൻ നേരത്ത് അവർ പറയുകയാണ് നീയും കീഫറും തമ്മിൽ റിലേഷനിലാണോ എന്ന്. അപ്പോൾ അവൾ അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയുമ്പോഴത്തേക്കിനും അവർ പറയുകയാണ് അങ്ങനെയല്ലല്ലോ സിയാൻ പറഞ്ഞത്, നീ യൂറീനെ ആയിരുന്നു സെലക്ട് ചെയ്യേണ്ടത്. എന്തായാലും ചരിത്രം വീണ്ടും ഇവിടെ ആവർത്തിക്കാൻ പോവുകയാണ്. ഇനി സെക്ഷനിൽ വീണ്ടും 2 ആവും എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ വീട്ടിൽ ചെന്നതിന് ശേഷം അവൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാരണം വീണ്ടും സെക്ഷനിൽ 2 ആവുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് തല പുകച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് അപ്പോൾ അവിടേക്ക് ഏഞ്ചലോ വരുവാണ്. വന്നിട്ട് പറയുവാണ് നീ പെട്ടെന്ന് റെഡി ആവുക, നമുക്ക് ഒന്ന് വെളിയിൽ പുറത്തേക്ക് പോകണം. അങ്ങനെ അവർ യൂറിൻ്റെ റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. എന്താ ഇവിടെയെന്ന് ചേച്ചി ചോദിക്കുമ്പോൾ ഏഞ്ചലോ പറയുവാണ് യൂറിൻ്റെ ഫാമിലിയായിട്ടൊരു ഡിന്നർ അറ്റൻഡ് ചെയ്യാനാണ് നമ്മളിപ്പോൾ അവിടെ വന്നേക്കുന്നതെന്ന്. അങ്ങനെ അവരവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കും യൂറിൻ്റെ അമ്മയും അച്ഛനും യൂറി അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ യൂറിയുടെ അമ്മയാണെങ്കിൽ ആരിസിനെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുകയാണ് അവനിപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ. അപ്പോൾ ഏഞ്ചലോ പറയുവാണ് അവനിപ്പോൾ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ യൂറിൻ്റെ അമ്മ കല്യാണക്കാര്യം സംസാരിക്കുകയാണ്. നെക്സ്റ്റ് ഇയർ കല്യാണം നടത്താമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ യൂറിൻ്റെ അപ്പൂപ്പൻ പറയുകയാണ് ഉടനെ തന്നെ വേണമെന്ന്. എന്നിട്ട് അവർ പറയുകയാണ് ജെജേൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് നമുക്ക് കല്യാണം നടത്താമെന്ന്. അപ്പോൾ ജെജെ ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്. കാരണം അവളുടെ ബർത്ത്ഡേക്ക് ഇനി ഏതാനും മാസങ്ങളും കൂടെ ഉള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും നമുക്ക് ഉടനെ വെഡ്ഡിങ് ഗൗൺ സെലക്ട് ചെയ്യണം, ഓക്കെ അല്ലേ എന്ന് ജെജെയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ജെജെ ഓക്കെ ആണ് ഇങ്ങനെ പറയുവാണ്. എന്നിട്ട് അവളിങ്ങനെ യൂറിനെ നോക്കാൻ നേരത്ത് അവൻ നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല അവൾ യൂറിനെ ഇഷ്ടപ്പെടാതെ കീഫറിനെ ഇഷ്ടപ്പെട്ടിട്ടും അവൻ ഇത്ര ഹാപ്പി ആയിട്ട് അങ്ങനെ ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ യൂറിൻ്റെ അച്ഛൻ പറയുവാണ് നീ ഉടനെ തന്നെ ജാപ്പനീസൊക്കെ പഠിച്ചു തുടങ്ങണം, കല്യാണം കഴിഞ്ഞിട്ട് ജപ്പാനിലേക്ക് പോവേണ്ടത് അല്ലേ. അങ്ങനെ ജപ്പാനിലേക്ക് പോവേണ്ടി വരുമെന്ന് കേൾക്കുമ്പോൾ ജെജയുടെ മുഖം മാറുവാണ്. ഇത് കാണുന്ന യൂറിയാണെങ്കിൽ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സംസാരിക്കാനായിട്ട് അവളെ വിളിച്ചുകൊണ്ട് വെളിയിലോട്ട് പോവാണ്. അവളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് യൂറി പറയുവാണ് നീ ഓക്കെ അല്ലെങ്കിലും അവരുടെ മുന്നിൽ നീ ഓക്കെ ആയിട്ടുള്ളതായിട്ട് ഇരിക്കണം. അപ്പോൾ ഇത് കേട്ടിട്ട് ചേച്ചി പറയുവാണ് നിനക്ക് എന്താണ്, നിൻ്റെ സ്നേഹത്തിനൊന്നും ഒട്ടും ആപ്റ്റായിട്ടുള്ള ഒരാളല്ല ഞാൻ. അപ്പോൾ യൂറി പറയുവാണ് ഞാൻ കീഫറിൻ്റെ മുന്നിൽ തോൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. നീ കീഫറിനെ ഇഷ്ടപ്പെട്ടാലും അവൻ നിന്നെ ഇഷ്ടപ്പെട്ടാലും അവസാനം ഞാൻ തന്നെയായിരിക്കും നിന്നെ കല്യാണം കഴിക്കുന്നത്. അങ്ങനെ അവളവിടെ വിഷമിച്ച് നിൽക്കാൻ നേരത്ത് ഒരു പെൺകുട്ടി ചേച്ചീനെ അറിയാവുന്നതുപോലെ അവളുടെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് അവളിങ്ങനെ സംസാരിക്കാൻ തുടങ്ങുവാണ്. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് അന്ന് ഈമാനുമായിട്ട് ഗ്രോസറി ഷോപ്പിങ്ങിന് പോയപ്പോഴത്തേക്കിനും അന്ന് ബ്ലാസ്റ്റർ എന്ന് പറയുന്നൊരു പയ്യനുണ്ടായിരുന്നു, അവൻ്റെ ഫോണിൽ കണ്ട പെൺകുട്ടിയാണിത്. എന്നിട്ട് ആ പെൺകുട്ടി എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് അവളുടെ അടുത്ത് സംസാരിക്കാൻ വരുമ്പോഴത്തേക്കിനും അങ്ങോട്ടേക്ക് കീഹാൻ വരുന്നുണ്ട്, അതായത് കീഫറിൻ്റെ അനിയൻ. എന്താ ഇവിടെ എല്ലാമെന്ന് ജെജെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് അവൻ പറയാണ് ഇതെൻ്റെ ഗേൾ ഫ്രണ്ടാണ്, ഇവിടെ ഞങ്ങൾക്കൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, കീഫർ ഇവിടെ വന്നിട്ടുണ്ട്, യൂറിയും ഇവിടെ ഉണ്ടില്ലേ, കീഫറും യൂറിയുടെ ഫാമിലിയായിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കുകയെന്ന് പറയുകയാണ്. അങ്ങനെ ഇതിങ്ങനെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ്. അപ്പം ജെജെ ഇങ്ങനെ നിന്ന് ആലോചിക്കുവാണ് ഇത് ഇവൻ്റെ ഗേൾ ഫ്രണ്ട് അല്ലേ, ഇവളും ബ്ലാസ്റ്ററും തമ്മിലുള്ള റിലേഷൻ എന്തുവാണ് ഒന്നും മനസ്സിലാവാതെ അവളിങ്ങനെ ആലോചിച്ചുകൊണ്ട് അവിടെ നിൽക്കുവാണ്. അങ്ങനെ അവിടെ അവരെല്ലാവരും ഫുഡ് കഴിക്കുന്ന അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ നമ്മുടെ കീഫറുമായിട്ട് ക്ലോസ് ആയിട്ട് അങ്ങ് ഇരിക്കുന്നത് ജെജെ കാണുവാണ്. അപ്പോൾ യൂറിൻ്റെ അച്ഛൻ നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പരിചയം എന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് കീഫർ പറയുകയാണ് ഞങ്ങൾ പാർട്ടിയുടെ ഇടയിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. എന്നിട്ട് അവളെ പേരും പറയുന്നുണ്ട് ഹണീബി റൈഡർ എന്നാണ്. അങ്ങനെ ആ പെണ്ണ് കീഫറുമായിട്ട് നല്ല ക്ലോസ് ആയിട്ടിരിക്കുന്ന കണ്ടിട്ട് നമ്മുടെ ജെജെക്ക് അത് അത്ര പിടിക്കുന്നില്ല. അപ്പം യൂറിൻ്റെ അമ്മ ഇത് നോട്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് അവർക്ക് പരിചയമുള്ള ഒരാൾ വരുമ്പോഴത്തേക്കിനും യൂറിൻ്റെ അമ്മയും അച്ഛനും ഏഞ്ചലോയും കൂടി അയാളെ പരിചയപ്പെടാനായിട്ട് പോകുമ്പോഴത്തേക്കിനും അവിടെ അവർ മാത്രം ആവുകയാണ്. അങ്ങനെ ഇവർ അങ്ങോട്ട് ക്ലോസ് ആയിരിക്കുന്ന കണ്ടിട്ട് ജെജെ കീഫറിന് അങ്ങോട്ടേക്ക് ഒരു ദേഷ്യത്തിൻ്റെ ഇമോജി അയക്കുമ്പോഴത്തേക്കിന് തിരിച്ച് കീഫർ ഐ ലവ് യു എന്ന് അയക്കുവാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് യൂറി നിനക്ക് അസൂയ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ജെജെ പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെയൊന്നും ഇല്ലയെന്ന്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടിട്ട് യൂറി ചിരിക്കുന്നതും കൂടെ കണ്ടിട്ട് നമ്മുടെ കീഫറിന് അത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ട് മെസ്സേജ് അയക്കുവാണ്. അപ്പോഴത്തേക്കിനും ഹണി പറയുകയാണ് നീ ഫോണിൽ ഇങ്ങനെ നോക്കിയിരിക്കാതെ കീഫറിൻ്റെ അടുത്ത് പറയുകയാണ് എനിക്ക് കുറച്ച് അറ്റൻഷൻ താന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ഫോണൊക്കെ എടുത്ത് മാറ്റുവാണ്.
അങ്ങനെ അവിടെ വെച്ച് ഹണി അവളോട് ഓരോന്ന് സംസാരിക്കാൻ വരുമ്പോഴത്തേക്കും നമ്മുടെ ജെ ആണെങ്കിൽ അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ തിരിച്ച് മറുപടി കൊടുക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ ഒരു അടി ഉണ്ടാകുന്ന രീതിയിലോട്ട് വരുവാണ്. അങ്ങനെ അവൾ വാഷ്റൂമിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് കീഫറിനെ വിളിക്കാൻ എടുത്തിട്ട് ജെ അവനെ നോക്കുകയാണ്. പോയാൽ നിൻ്റെ കണ്ണടിച്ചാൻ പൊട്ടിക്കുന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. അങ്ങനെ ഹണി ആണെങ്കിൽ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കിനും നമ്മുടെ ജെയും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഹണി പറയുവാണ്, നിനക്ക് ഒരേ സമയം കൂടെ ഇരുന്ന യൂറിയോടും കീഫറിനോടും എന്തോ ഉണ്ടില്ലേ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു സ്വഭാവമൊക്കെ നിൻ്റെ അമ്മ പഠിപ്പിച്ചായിരിക്കില്ലേ, നിന്നെ കാണാൻ കൊള്ളില്ലെങ്കിലും ആണുങ്ങളെ വശത്താക്കാൻ നല്ല മിടുക്കാണല്ലോ. അങ്ങനെ അവൾ വീണ്ടും വീണ്ടും വളരെ മോശമായിട്ട് അവളെക്കുറിച്ചും അവളുടെ അമ്മേനെക്കുറിച്ചും പറയുമ്പോഴത്തേക്കിന് ദേഷ്യം സഹിക്കാൻ വയ്യാതെ നമ്മുടെ ജെ ആണെങ്കിൽ അവളുടെ മൂക്കിനിട്ട് ഒറ്റ റെഡി കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ അവൾക്കിട്ട് റെഡിയൊക്കെ കൊടുത്തിട്ട് ജെ വെളിയിലോട്ട് വരുമ്പോഴത്തേക്കിനും അവിടെ വെച്ച് കീഫറിനെ കാണുവാണ്. എന്താ നീ പൊസസീവ് ആയോ എന്നൊക്കെ കീഫർ ചോദിക്കുമ്പോൾ അവൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. പിറ്റേ ദിവസം രാവിലെ ക്ലാസ്സിലാണെങ്കിൽ ജെയുടെ പങ്കും കൂടി കീഫർ കൊടുത്തപ്പോഴത്തേക്ക് ഇഷ്ടപ്പെടാത്ത ജെ ആണെങ്കിൽ എന്തിനാ എൻ്റെ കാശ് കൊടുത്തതെന്ന് ചോദിക്കുമ്പം ഇതെൻ്റെ അവകാശമല്ലേ എന്നൊക്കെ കീഫർ പറഞ്ഞിട്ട് പറയുകയാണ്, നീ ഇന്നലെ ചെയ്ത പ്രവൃത്തിക്ക് ഹണി കേസ് കൊടുക്കാൻ പോയതാണ്, ഞാനത് പറഞ്ഞു ഒത്തുതീർപ്പാക്കിയതെന്ന്. അപ്പോൾ ജെ പറയുകയാണ്, ഓ കിസ് കൊടുത്ത് ഒത്തുതീർപ്പാക്കി കാണൂല്ലേ. എന്നിട്ട് കീഫർ പറയുകയാണ്, നീ അങ്ങനെ പൊസസീവ് ആവാൻ മാത്രം ഞങ്ങൾക്കിടയിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിൽ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് അവളെ കിസ് ചെയ്യുകയാണ്. അപ്പോൾ അവിടേക്കാണെങ്കിൽ നമ്മുടെ യൂറി വരുവാണ്. യൂറി ഇത് കണ്ടിട്ട് ഒന്നും മിണ്ടാതെ അവൻ്റെ സീറ്റിൽ പോയി ഇരിക്കുകയാണ്. അപ്പോഴേക്കും ആണെങ്കിൽ പ്രിൻസിപ്പൾ അവളെ ഓഫീസിലോട്ട് വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവളുടെ കയ്യിലൊരു എൻവലപ്പ് കൊടുത്തിട്ട് എന്നിട്ട് അവളോട് പറയുവാണ്, ഇതിൽ കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്, അതിൽ മുന്നേ പഠിച്ച സ്കൂളിൽ പോയിട്ട് സൈൻ മേടിച്ചുകൊണ്ട് വരണം. പിന്നെ ജെ ഇവിടെ അഡ്മിഷൻ സമയത്ത് തന്ന കുറച്ച് ഫയൽസിനകത്ത് ചില ഡീറ്റെയിൽസ് ഒന്നും ഫിൽഡ് അല്ല, അപ്പം അതെല്ലാം കൂടി പഴയ സ്കൂളിൽ പോയിട്ട് ഫില്ല് ചെയ്തുകൊണ്ട് വരണമെന്ന്. ഇതെല്ലാം ചെയ്തുകൊണ്ട് വന്നാൽ മാത്രമേ ജെക്ക് ഇവിടെ ഗ്രാജുവേഷൻ ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോഴത്തേക്കിനും ജെ എല്ലാം ഇങ്ങനെ ആലോചിക്കുവാണ് പഴയ സ്കൂളിലോട്ട് പോകുന്ന കാര്യത്തിനെ കുറിച്ചെല്ലാം. കാരണം അവിടെയാണല്ലോ അവളുടെ പഴയ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള സൈറസ് ഉള്ളത്. എന്നിട്ട് പ്രിൻസിപ്പൾ പറയുവാണ്, ഗ്രാജുവേഷന് മുന്നായിട്ട് റീട്രീറ്റ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഉണ്ടല്ലോ, അപ്പം അത് നടക്കുന്നത് നീ പഠിച്ച സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ്. അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന ഇൻചാർജിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന് പോകുന്നതിൻ്റെ കൂടെ തന്നെ ഈ കാര്യങ്ങളും ചെയ്തുകൊണ്ട് വരണമെന്ന്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൾ ക്ലാസ്സിലോട്ട് പോകുമ്പോഴത്തേക്കിനും ക്ലാസ്സിൽ ഭയങ്കര അടി നടക്കുകയാണ്. അങ്ങനെ അവൾ അടി നടക്കുന്നതിൻ്റെ ഇടയിൽ കയറി നിന്നിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ക്ലാസ് രണ്ടായിട്ട് തിരിഞ്ഞ് നിൽക്കുവാണ്. ഒരു സൈഡിൽ യൂറിയും കുറച്ച് പയ്യന്മാരും മറ്റൊരു സൈഡിൽ കീഫറും കുറച്ച് പയ്യന്മാരുമാണ്. ആരും ഒരു മറുപടിയും പറയുന്നില്ല അവൾ എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ടും. പക്ഷേ കീഫറും യൂറിയും അവളെ ഒരുമാതിരി നോക്കി നിൽക്കുവാണ്.